വൈകുന്നേരം നമുക്ക് കുറച്ച് കുട്ടി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്പൈഡർമാൻ മൂവി കാണാൻ പോയതാണ്. പോയി കഴിഞ്ഞ് എല്ലാവരും കൂടി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേനും അവരിറങ്ങിയിട്ടാ. ഇറങ്ങിയ പാടെ നല്ല മഴയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ്. ഇതും നമ്മൾ വാങ്ങിച്ച ഫിഷാണ് കേട്ടോ. സക്കർ എന്നാണ് ഇതിന്റെ പേര്. ഹാസിമിന്റെ രാവിലത്തെ ഹോബി ഇതാണ്. രാവിലെ ആദ്യം എഴുന്നേറ്റ് വരുന്നത് ഹാസിം ആയിരിക്കും കേട്ടോ. അങ്ങനെ ആള് കോൾഡ് കോഫി ഞാനും ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊക്കെ ഇരുന്നു. അറവയുടെ കുറച്ച് ബീഫും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അത് ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഐസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ പകുതി എടുത്തിട്ട് കറി വെക്കാനും ബാക്കി എടുത്തിട്ട് പുലാവ് ഉണ്ടാക്കാനുമാണ് കേട്ടോ പരിപാടി. മഴ തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ പുലാവിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ബീഫ് വേവിച്ച് വെക്കാണ് കേട്ടോ. അത് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് നോർമലി കറി വെക്കാന്നാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊടുന്ന വെള്ളയപ്പത്തിന്റെ മാവ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തലേ ദിവസത്തെ മുട്ട റോസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളയപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് വഴറ്റി ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഉച്ചയാണ് കേട്ടോ. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് വെച്ചിട്ട് നമ്മുടെ പുലാവ് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കൻ നമുക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതിയാവും. പക്ഷെ ബീഫ് ഒന്ന് വേവിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുലാവ് അടിപൊളിയായിരുന്നു. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്തായാലും ചിക്കൻ പുലാവ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിള്ളേരുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ചിക്കൻ പുലാവായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് എന്ന്. അപ്പോൾ 1 പോട്ട് ഡിഷ് ട്രൈ ചെയ്യുന്നവർക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം.